നേരത്തെ ബൈജുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അതിന് മറുപടി പറയാൻ ബൈജുവിന് സാധിച്ചിരുന്നില്ല. കാരണം അതിവൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ 70-72 ദിവസമായി നമ്മുടെ മാധ്യമ ലോകം പോലും കടന്നുപോയത്. വല്ലാതെ ചേർത്ത് പിടിച്ചിരുന്നു അർജുനെയും കുടുംബത്തെയും നമ്മൾ ഒന്നാകെ. അതിലേറ്റവും നേരിട്ട് കണ്ട ഒരാൾ കൂടിയാണ് ബൈജു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. കാരണം അർജുൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അർജുൻ്റെ സഹോദരി ഭർത്താവ് തന്നെ ജിതിൻ തന്നെ പറയുന്ന കാര്യം, മാധ്യമപ്രവർത്തകരുടെ പിന്തുണ വളരെ വലുതായിരുന്നു അർജുനെ കണ്ടെത്തുന്നതിൽ ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ ലോറി കാണുമ്പോൾ, അർജുൻ്റെ മൃതദേഹം ഇന്നലെ വീണ്ടും കാണുമ്പോൾ ബൈജുവിനും അത്തരം വൈകാരിക നിമിഷങ്ങൾ സ്വാഭാവികമായും പങ്കുവെക്കാനുണ്ടാകുമല്ലോ. തീർച്ചയായും അത് അത്രത്തോളം ഒരു പരിചയമില്ലാത്ത ഒരാൾ, പക്ഷേ ഒരു കുടുംബത്തെ അംഗത്തെ പോലെ നമ്മളെപ്പോഴും അർജുനു വേണ്ടി വലിയ തോതിൽ ഇങ്ങനെ ഇത്തരത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അവർക്ക് ഏത് വികാരമാണോ, ജിതിനായാലും അഭിജിത്തിനായാലും ഒക്കെ ഏത് വികാരമാണോ, അതേ വികാരം തന്നെ നമുക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പതുക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. വൈകിട്ടാകുമ്പോഴേക്കും ഈ ജിതിനും അഭിജിത്തും ഒക്കെ നമ്മുടെ ഒരേ ലോഡ്ജിലാണ്, ഒരേ മുറിയിലാണ് താമസം. 7 മണി കഴിഞ്ഞാൽ തിരച്ചിൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല കാര്യങ്ങളും ഇത്തരത്തിൽ ഇനി എന്താണ്, ഇത്തരത്തിൽ എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് ചർച്ച. ഓരോ കാര്യങ്ങളും ഒരു പക്ഷേ ചില സമയത്ത് അവരുടെ സഹോദരനെ എന്ന സ്ഥാനത്ത് നിൽക്കും. അവരുടെ ഓരോ കാര്യങ്ങൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇവർക്കായുള്ള, നമുക്ക് നമ്മുടെ അർജുനായുള്ള ആ ഓരോ കാര്യത്തിൽ തെരച്ചിലിനായി ഒരുപക്ഷെ നമുക്കും ചിലപ്പോൾ ഇടപെടേണ്ടി വരും. അത്രത്തോളം വലിയ സമ്മർദ്ദമൊക്കെ ഇതിന് പിറകിൽ ഉണ്ടായിട്ടുണ്ട്. അത് നേരത്തെ ജിതിൻ തന്നെ പറഞ്ഞത് പോലെ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു പേരാണ് AKM അഷ്റഫ് MLA. അദ്ദേഹമാണ് ഇവിടെ തുടക്കം മുതൽ ഓരോ പ്രവർത്തനം ഏകോപിപ്പിക്കാനും ഇവിടെ ഉണ്ടായത്. ഈ അവസാന നിമിഷം ഇപ്പോഴും AKM അഷ്റഫ് ഇവിടെയുണ്ട്. നമുക്ക് അല്പസമയത്തിനകം AKM അഷ്റഫിന്റെ പ്രതികരണം കൂടി ലഭ്യമാക്കാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. AKM അഷ്റഫ് ഇവിടെ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ജിതിനും അഭിജിത്തും മാത്രമാണ് ഇപ്പോൾ ഈ രാവിലെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി ഓരോ ഘട്ടങ്ങളിലും അത്രത്തോളം വലിയ പ്രതിസന്ധിയായിരുന്നു നമുക്ക്. കാരണം നമുക്ക് വീടുകളിലേക്കൊന്നും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ പറ്റാത്ത അത്രയും വലിയ ദൂരമാണിത്. നമുക്ക് കാസർഗോഡ് നിന്നായാൽ പോലും 8 മണിക്കൂറോളം സഞ്ചരിച്ചാണ് ഇവിടെ എത്താൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടങ്ങളും അത്രത്തോളം വലിയ പ്രതിസന്ധിയും വെല്ലുവിളിയും, മഴയും വലിയ ചൂടും, കാലാവസ്ഥ മാറി വരുന്ന സാഹചര്യം. തുടക്കത്തിൽ ഒരു 3-4 ദിവസം നമുക്ക് ഈ ഒരു പ്രദേശം നമുക്കറിയാം, കടയോ അങ്ങനെ മറ്റു പ്രത്യേകിച്ച് ഒരു വീടുകളോ ഒന്നും ഈ ഭാഗത്ത് കാണാനില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെ രാവിലെ നമ്മൾ ഇവിടെ എത്തിയാൽ ഭക്ഷണം പോലും കഴിക്കാതെ 6 മണിക്ക് ഇവിടെ എത്തിയാൽ രാത്രി 7-8 മണി വരെ നമ്മൾ ഒരു ആഹാരം പോലും കഴിക്കാതെ, നമുക്കത് വിശപ്പ് പോലും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് സത്യം. പക്ഷെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ക്ഷീണം ബാധിക്കുകയോ അതൊന്നുമില്ലാതെ നമുക്ക് മനസ്സിൽ അർജുനെ കണ്ടെത്തുക, അർജുൻ എവിടെ എന്നൊരു ഓരോ നിമിഷവും ഇന്ന് അർജുനെ ലഭിക്കും. ഓരോ നിർണായക മണിക്കൂറുകൾ ഓരോ സമയത്തും കടന്നു പോകുന്നു. ഓരോ പ്രതീക്ഷകൾ വരുന്നു. ഇന്ദ്രപാൽ അദ്ദേഹം അടയാളപ്പെടുത്തിയ ആ 4 പോയിന്റിൽ വലിയ പ്രതീക്ഷ. ഓരോ സമയത്തും തെരച്ചിൽ നടത്തുമ്പോൾ നമുക്ക് ഇപ്പോൾ അർജുനെ കണ്ടെത്തും എന്ന്. പക്ഷെ ഏറ്റവും ഒടുവിൽ ഈ ദൗത്യം അവസാനിപ്പിക്കാൻ ഇരിക്കെ ആ ഒരു ദിവസം ഇന്ന് ദൗത്യം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കായിരുന്നു നീങ്ങിയിരുന്നത്. അതിനു തൊട്ട് മുമ്പ് തന്നെ വളരെ യാദൃശ്ചികമായാണ് ഇന്നലെ ആ തെരച്ചിലിൽ ഈ കൊളുത്ത് ഇത്ര ഒരു ഭാരമേറിയ ഒരു വസ്തുവിലേക്ക് ഈ മുങ്ങൽ വിദഗ്ധന്മാർ ഉൾപ്പെടെ എത്തുന്നതും പിന്നീട് ഉദ്യോഗസ്ഥരൊക്കെ എത്തി അതിനുശേഷം ആ ലോറി ഉയർത്തുന്നതും, സത്യം പറഞ്ഞാൽ ആ ഒരു നിമിഷം അത് അത്രത്തോളം വൈകാര്യം നമുക്ക് വ്യക്തിപരമായും അത് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്രത്തോളം അടുപ്പമാണ്, അത്രത്തോളം ഓരോ കാര്യങ്ങളും നമ്മോട് ആലോചിച്ച് രീതി മുന്നോട്ട് പോകുന്ന രീതി തന്നെയായിരുന്നു ജിതിനായാലും ഒക്കെ. ജിതിൻ തുടക്കം മുതലേ ഇവിടെ 2 മാസത്തിലധികമായി ഇവിടെ തന്നെ തങ്ങി ഇത്തരത്തിൽ ബൈജു അത്രത്തോളം വൈകാരികമായാണ് ബൈജു അതിനെ പ്രതികരിച്ച് ഇപ്പോൾ അർജുന്റെ